പറയുമ്പോ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രക്കിംഗ് താത്താക്ക് ചെയ്യണമെന്ന്. ഇത് കോമഡി ആവട്ടാ, അവര് കളിപ്പിക്കണോക്ക്. വെറുതെ ക്യാമറ ഒക്കെ കാണുമ്പോ ഫുള്ള് ഓടിക്കളി കേട്ടോ. അപ്പൊ അവര് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് അൺപാക്ക് ചെയ്താണ് കേട്ടോ. ഇതിങ്ങനെ അതെ അപ്പം അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അൻവറും കൂടിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അൻവർ കുറേ ദിവസമായി ട്രാവലൊക്കെ ചെയ്ത്, അതായത് എൻ്റെ ഒപ്പം ട്രാവൽ ചെയ്തിട്ടാണ്. അവന് വേറെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാനും അൻവറും കൂടിയിട്ടൊന്ന് പെഹൽഗാം വരെ പോയാലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മളന്ന് പണ്ട് പോയപ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം നസീബിക്ക് അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഫാമിലി ആ ഒരു രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നു. നസീബിക്കാൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഒരു രീതിയിൽ വണ്ടിയിട്ട് തന്നെ ഇറങ്ങിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഒരു ആപ്പിൾ തോട്ടം കണ്ട്. ഇവിടെ ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് അവിടെ വണ്ടി നിർത്തിയത്. വണ്ടി ഇവിടെ ഉണ്ട്, ഇതേ പാക്കിങ്ങിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ആപ്പിളുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ആപ്പിളിൻ്റെ സ്മെല്ല് കിട്ടും. നമ്മളെ ഭയങ്കര നല്ലൊരു സ്മെല്ല്. നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോയിട്ട് ആപ്പിൾസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ടൈമിൽ കിട്ടുന്ന സ്മെല്ലുണ്ടല്ലോ, അതിവിടെ മൊത്തത്തിൽ ആ ഒരു സ്മെല്ലാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. പിന്നെയെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടിയും കാണിച്ചു തരാം. ഈ സംഭവം നേരെ കൊണ്ടുപോയിട്ട് ഇതാ ലോറികളിൽ ഇതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. വേണ്ട ഫുള്ള് ആപ്പിളുകളാണ് കേട്ടോ. ഫുള്ളായിട്ട് ആപ്പിളുകൾ മൊത്തം ഫുൾ ആപ്പിൾ. ഭയ്യ ये एक्सपोर्टिंग किधर जाएगा ये गाड़ी? जाएगा किधर? मेरठ. ഓക്കെ, യു.പി. ഓക്കെ. അപ്പോൾ അത് ആ ലോഡ് പോണത് മീററ്റിൽക്കാണ്, യു.പി. ഉത്തർപ്രദേശിൽ മീററ്റിൽക്കാണ് ആ ലോഡ് പോണത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചിട്ട് നമുക്ക് അവിടെയുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം. ബായി എന്ത് ചെയ്ത് പാക്കിങ് ഇവരൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എവരി പാക്കിംഗ് ഈസ് ഡൺ. സോ അപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ഓക്കെ. സോ ഇതിപ്പോൾ നമ്മൾ അവർക്ക് കാണിച്ചു തരാൻ വേണ്ടി. സോ യു അൺബോക്സ്ഡ് ദിസ് പാക്കിംഗ് ഫോർ മീ ഓൺലി. അപ്പോൾ അവർ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അൺപാക്ക് ചെയ്തതാണ് കേട്ടോ. ഇതിങ്ങനെ അത് അടിയിലുള്ളത് തമ്മിൽ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ദിസ് ലെയർ യു മേക്ക് ഹിയർ or you buy layer packing? This layer you make here or yes, exactly, using pulp? Actually this come in the bulk here. Okay, and we are dealing with these products. Oh, okay. So everything came here and you will we are suppliers. Okay, we are suppliers. So you collect so you collect from the farmers. Yes. And you export. Exactly. Okay. Exactly. So which places mainly you export? There are multiple places like this Meerut, Mumbai. Okay, Jammu. And are you exporting to Kerala? Not no. Kerala. Okay. Karnataka somewhere in we are supplying this somewhere in Karnataka. This all in 2010. 2010 you exported to Kerala. Yes. Okay. Bangalore. ഓക്കെ. അവർ ഒരു 2010 ഇവർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് കാര്യങ്ങൾ ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമലി ഇവർ പോണത് ജമ്മു പിന്നെ അതുപോലുള്ള മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കറൻ്റ്ലി കേരളത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ. സോ റീറ്റെയിലിംഗ് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ചോദിക്കുന്നത് മോശമാണ്, അതുകൊണ്ട് ചോദിക്കുന്നില്ല. ഓക്കെ, മാത്രമല്ല അങ്ങനെ തിരിയണ്ടട്ടാ. ഇല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി. എന്തായാലും പിന്നെന്നുണ്ടെങ്കിൽ വേറൊരു ടീമിനെ നമുക്ക് കാണാനുള്ളതുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഇന്ന് പോകാൻ ചാൻസ് കുറവാണ്, കാരണം ഇന്നിപ്പോൾ ലൈറ്റൊക്കെ ഡൗൺ ആയി തുടങ്ങി. നമ്മൾ ലേറ്റ് ആയിട്ടോ, കാരണം മടി എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ അമ്മാതിരി മടിയാണ്. അപ്പോൾ എന്തായാലും ഇനി ഷെയർ ആക്കിയിട്ട് ഫുള്ള് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ വെറുതെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതിലെടുക്കാനുള്ള കഷ്ടപ്പാട് നോക്കിട്ട് आप दिखाओ पहले, आप दिखाओ पहले.
जी भाई मिठाई खोल दिया दो मिठाई खोल दिया दो खाता मैं सीधे डालता किसे नहीं ഇപ്പോൾ ദേ ഇവിടേക്ക് കുറച്ച് ആടുകൾ വരുന്നു കേട്ടോ മേച്ചിൽ കഴിഞ്ഞിട്ട്. അതിൻ്റെ രോമൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെറുതെ മക്കൾക്ക് മുട്ടായികളൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് ചോട്ടു 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 ആശിന്ദ്ര ഷാറ് കുട്ടികളോട്ടോ ഭയങ്കര രസം അല്ലേ അത് പറയാ. വെറുതെ ക്യാമറ ഒക്കെ കാണുമ്പോ ഫുള്ള് ഓടിക്കളി കേട്ടോ. അങ്ങനെ ഞാനും അൻവറും കൂടിയിട്ട് കുട്ടികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിന്നീട് എവിടെ പോകണം എന്ന് അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മളൊരു പ്രത്യേക ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അവരോ പരിചയം ഉണ്ടാവും. അവരെ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടുന്ന് പോണ വഴിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഞാനിതുള്ളത് ഇവിടെ ഈ മമ്മൽ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണുള്ളത്. അപ്പോൾ അവരും നമ്മളുടെ കൂടെ ഉണ്ട്. അതാരാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് പോണ വഴിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രാത്രി ഇങ്ങനെ ഇവിടുത്തെ ചായം കുടിച്ചിരിക്കുമ്പോൾ ഒരാളെ മീറ്റ് ചെയ്ത് കേട്ടോ. ബ്രോ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാളെ. എൻ്റെ പേര് ഫൗസർ. ഞാൻ പറഞ്ഞോളാം, ഫൗസർ എന്നാണ് ആളെ പേര്. ലക്ഷദ്വീപിൻ്റെ ലക്ഷദ്വീപ് രജിസ്ട്രേഷൻ കേട്ടോ. ലക്ഷദ്വീപിൽ നിന്ന് അങ്ങനെ കാശ്മീരിലേക്ക് എത്തിക്കാൻ ആദ്യമായിട്ടാണ് ഒരു ലക്ഷദ്വീപിൽ നിന്നുള്ള വണ്ടി കാണുന്നത് കേട്ടോ. പിന്നെ ഇവൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വഴിയെ പറഞ്ഞു തരുന്നുണ്ട്. അല്ല അതങ്ങനെ ലഡാക്കിന് പുതിയ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ എല്ലേന്ന് പറഞ്ഞിട്ട് ഒരാൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളും ഫുള്ളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് പിന്നെ ഫ്രീ ആകുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. പിന്നെ അതെ വേറൊരു ടീമും ഉണ്ട് അവരുടെ ഒപ്പം. ഇവരിപ്പോൾ ഇവിടുന്ന് പെഹൽഗാം വെച്ചിട്ട് മീറ്റ് ചെയ്താ കേട്ടോ. ഇതേ KL13 സ്പ്ലെൻഡർ. അപ്പം പേര് സക്കീർ സാബിത്ത്. ഓക്കെ. നാട്ടിലെ സ്ഥലം കണ്ണൂർ തളിപ്പറമ്പ് മലപ്പുറം അല്ലേ? ഓക്കെ. ഞാനെല്ലാം ഉഷാറാട്ടെ. അൻവർ ഇതേ നമ്മുടെ താത്താൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് താത്താനെ ചിരിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ എന്നുള്ള ഇപ്പോൾ ഇന്നലെ നമ്മള് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഞാൻ കണ്ടില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ലാവൻഡർ പാർക്കിൽ നിന്ന് നേരെ ആരുവാലിക്ക് ഇവിടുന്ന് ട്രക്ക് ചെയ്ത് പോകണം. ട്രക്ക് ചെയ്ത് നമ്മളെ താത്തത് അങ്ങനെ അതെ ഈ കാണുന്ന മല ഉണ്ടല്ലോ, ഈ മലൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞിട്ടാണ് ആരുവാലി ഉള്ളത്. അവിടെ കുതിരകളും കാര്യങ്ങളുണ്ട്, വേണമെങ്കിൽ കുതിര യൂസ് ചെയ്യാം. അതെല്ലാം നടക്കാൻ പറ്റുന്ന കോൺഫിഡൻ്റ് ഉള്ളവർക്ക് നടന്നിട്ടും പോകാം. അപ്പോൾ നടക്കല്ലേ നിഹാല? അല്ല നിഹാല. അതായത് നമ്മളവിടുന്ന് കുറച്ചൊന്നിട്ട് കയറിയിട്ട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കയറിയിട്ട് എത്തിയ ഭാഗത്ത് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു എൻട്രി പോയിന്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ടയർഡായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുതിര യൂസ് ചെയ്തിട്ട് പോകാനൊക്കെ പറ്റും. ഭയ്യ ഗോഡ റൈഡ് കിतना? ഗോഡ റൈഡ് कितना रुपये? 1000 रुपीज़. പൊന്നോ
1000 ഉണ്ട് ഒരു കുതിരക്ക്. അത് ബാർഗൻ ചെയ്താൽ ഒരു 600-700 കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു അവസരം ഉണ്ട്, നിങ്ങൾ നോക്കി നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതാണ് അവിടെ എൻട്രി ഫീസ്. കുട്ടികൾക്ക് 10 രൂപ, വലിയവർക്ക് 20 രൂപ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ എല്ലാവരും പോണ സ്ഥലങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അതെ നമ്മളിങ്ങനെ ആലുവാലിക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു വിശാലമായിട്ടുള്ള സ്ഥലം കണ്ടിട്ടോ. 2 കുട്ടികൾ. താത്ത ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ ഈ ഒരു ഡ്രസ്സിങ്ങിൽ കുട്ടികൾ കിട്ടിയപ്പോൾ. നാം ഇമ്രാൻ ജാസ്. ഫോണിൽ വീഡിയോ എടുക്കണായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അതെ നമ്മൾ ആലുവാലി ട്രക്കിങ്ങിൽ ഇവിടെ നേരത്തെ കാണിച്ച ലാവൻഡർ പാർക്കിൻ്റെ അവിടുന്ന് കുറച്ചൊക്കെ ട്രക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിൽ എത്തിയിട്ടുണ്ട്. കുറച്ചുള്ളൂ, കുറേ ടൈം എടുത്ത് ട്രക്ക് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചൊക്കെ പോകാനുണ്ട് ആലുവാലിക്ക്. പിന്നെ നമ്മൾ പെഹൽഗാമിനെ പറ്റിയിട്ടും പിന്നെ അതുപോലെ തന്നെ ആലുവാലിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കില്ല അവർക്ക്. അപ്പോൾ കുറച്ച് ഞാൻ തുടങ്ങിയേക്കാം. ഫസ്റ്റ് പെഹൽഗാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെടുന്നത് ദ ലാൻഡ് ഓഫ് ഷെഫേർഡ്, അതായത് ആട്ടിടന്മാരുടെ ഗ്രാമം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതിൽ പെഹൽഗാം, പെഹൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെപ്പേർഡ്സ് ആണ്. പിന്നെ ഗാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമം. അതാണ് ഇവരുടെ ചിലുണ്ടെങ്കിൽ ഇവരുടെ ചില വാക്കുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഇതിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ആരു വാലി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്ക് ഉള്ള പേര് ആഡു എന്നാണ് അല്ലേ? കാശ്മീരിയിൽ ആഡു വാലി എന്നാണ്. ആഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ പീച്ചാണ്, പീച്ച്. അപ്പം ഇവിടെ ആദ്യമായിട്ട് കണ്ട ഒരു ട്രീ എന്ന് പറയുന്നത് പീച്ചാണ്. അപ്പോൾ അങ്ങനെ പേര് വീണതാണ് ആഡു വാലി. പിന്നെ ഇത് മാറി മാറി ഒരു സംഭവം എന്താ വെച്ചാൽ 1900s ഇവിടെ ഈ ഭാഗത്ത് ഫുള്ള് പീച്ചുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും വേറെ ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈമിലാണ് ഈ ആട്ടിടന്മാരൊക്കെ എന്ത് ചെയ്തത്, ആട്ടിടന്മാരും പിന്നെ അതുപോലെ തന്നെ ജിപ്സികളൊക്കെ ഇവിടേക്ക് വന്നതും പിന്നെ അവരിവിടെ താമസം കാര്യങ്ങളൊക്കെ ആക്കി അവരുടെ ഹട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് പിന്നീട് ഇവിടുന്ന് ഒരു ആളനൊക്കെ വന്നൊന്ന് സെറ്റായി തുടങ്ങിയത് കേട്ടോ. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ മറ്റു സ്ഥലം ഇപ്പോൾ ബീച്ചസ് ഒന്നും കാണാനില്ല. പിന്നെ ഇവിടെ ഒരാൾ പറഞ്ഞു എവിടെയെങ്കിലൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം എന്ന് പറഞ്ഞു. എവിടെയെങ്കിലും 1-2 ഒക്കെ ആയിട്ട്, പക്ഷെ മരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, കായകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കാശ്മീരിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്നുണ്ടെങ്കിൽ മൗണ്ടൻസിൽ നിന്ന് നേരെ ജമ്മു അങ്ങനെയുള്ള അവരുടെ സെക്കൻഡ് ഷെൽട്ടറിലേക്കാണ് നോർമലി, ജമ്മു അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് സെക്കൻഡ് ഷെൽട്ടറായിട്ട് പോകാറുള്ളത്. പക്ഷേ എന്നുണ്ടെങ്കിൽ ഇവർ ഈ മൗണ്ടൻസിലൊക്കെ മേയിച്ച് നടന്ന് കഴിഞ്ഞിട്ട് സ്നോ വരുമ്പോൾ താഴത്ത് പെഹൽഗാമിലോട്ട് തന്നെ ഇവർ വന്നിട്ട് വിൻ്ററിൽ താമസിക്കാറാണ് ചെയ്യാറുള്ളത്. അതൊക്കെയാണ് ഇവിടുത്തെ ഈ ആരു വാലിയും പിന്നെ അതുപോലെ തന്നെ കഥകളൊക്കെ ഉള്ളത്. പിന്നെ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രക്കിംഗ് ഷൂസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷൂ എങ്കിലും ഇട്ടിട്ട് വരും കേട്ടോ. ഇവിടെ ഓരോരുത്തരുടെ കോല നോക്കണം, ചെരുപ്പിട്ടിട്ടൊക്കെ വന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഡ്രോൺ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അതും മാക്സിമം ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത അവിടെയുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ അല്ലേ?
വേണ്ടിട്ട് ശേഖരിച്ചൊക്കെയാണ്. വിന്ററിക്ക് വേണ്ടിട്ട് ശേഖരിച്ചൊക്കെ തോന്നുന്നു ചോദിച്ചു നോക്കണം ഡീറ്റെയിൽസ്. നമ്മളിതാ ആരു വാലിയില് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മളിതാ ആരുവാലിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് 2 ദീദിമാര് കിട്ടിയിട്ടുണ്ട്. നമ്മളിതാ ആരുവാലിന് താഴത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് 2 ദീദിമാരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരിതാ പുല്ലിങ്ങനെ അരിഞ്ഞുകൊടുക്കായിരുന്നു കേട്ടോ. അവർ അരിയുന്ന സ്റ്റൈലിന്റെ വേറെ തന്നെ ഒരു സ്റ്റൈലില് ഇതാ. എന്നിട്ടിത് ഇതിലേക്ക് ഇടാണ് കേട്ടോ. പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ഈ അരിയുന്നതൊക്കെ ഇവിടുത്തെ മഞ്ഞുകാലത്തിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. നോക്കി എന്ത് സ്പീഡിൽ അരി നോക്കി. താത്താക്ക് ചെയ്യണമെന്ന് ഇത് കോമഡി ആവട്ടാ. അവര് കളിപ്പിക്കണോക്ക്. दी आप घर किधर है? ऊपर. आपका नाम? बेगम. बेगम. आपका? मुनीरा. मुनीरा. बेगम और मुनीरा. मेरा नाम क्या है? मेरा नाम निशाना है. आजा. निशाना. ठीक. बर्फ आएगा ना, किधर जाएगा? नीचे जाना है. नीचे मतलब किधर? अनंतनाग में. अनंतनाग में जाएगा. हाँ ठीक है. आपके पास എന്നാ പറയാ ആടുകൾ? आपके इधर തന്നെയാണോ? आपके पास बकरी है? भैंस है. कहाँ पे है? പോത്തല്ലേ ഭേൻസ്? ബഡാ മീറ്റ് ബഡാ മീറ്റ്. ഇവിടെ അങ്ങനെ അധികം കാണാറില്ല കേട്ടോ ബഡാ മീറ്റ്. सब ऊपर है. सब गुजरा. तो उसके लिए है. उसके लिए. ഇവർക്ക് കുറെ ബാൻസ് ഉണ്ട് മേലെ. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ട് പോകുന്നത്. ऊपर नहीं है ये घास नहीं है. ऊपर नीचे मोटा है. ഓ ഇവിടെ കുറച്ച് വലിയ വലിയതും തടിച്ചതായിട്ടുള്ള നല്ല ഗ്രാസ് താഴെ ഉണ്ട്. ഊപ്പറിലുള്ളതൊക്കെ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ ഇവിടുന്ന് അതിന് കൊടുക്കാൻ വേണ്ടിട്ടുള്ളതൊക്കെ ശേഖരിച്ചു വെക്കാനാണ് ചോദിച്ചത്. ആ ബർഫ് के लिए ये इकट्ठा करके रखता है. इकट्ठा करके यहाँ से इकट्ठा करके नीचे. എനിക്ക് വലിയ ഹിന്ദി പോകുമ്പോഴേ വണ്ടി അയിമല തന്നെ വെച്ചിട്ട് അവരെ മേത്തന്നെ വെച്ചിട്ട് കൊണ്ടുപോകും. 3 महीने नीचे रहते हैं. वहाँ जाने वक्त ये सब काट के जाके. ഇവര് വിന്ററിന്റെ സമയത്ത് സ്നോ ഒക്കെ വരുന്ന സമയത്ത് താഴത്തേക്ക് പോവും. അപ്പൊ ഒരു 3 months താഴത്തെ ഉണ്ടാവുക. അനന്ത്നാഗിലാണ് ഇവര് പോയി നിക്കാറ്. അപ്പൊ ഒരു 3 months അവിടെയാണ് ഉണ്ടാവുക. അപ്പോ ആ സമയത്തും ഇവര് ഇവിടുന്ന് ഇങ്ങനെ അതിന് മുമ്പായിട്ട് ഇത് മുറിച്ചു വെച്ചിട്ട് പിന്നെ താഴത്തേക്ക് കൊണ്ടുപോകും. മോതിരന്നൊക്കെ അവിടെ അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു എന്നും കൊടുക്കാല്ലേ. അല്ല വേഗമാ. ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി എടുത്ത. അല്ല നീ ഓഫ് ചെയ്തോ.